ഒരു ദിവസം ഇന്ത്യ മഹാരാജ്യം ഇറക്കുമതി ചെയ്യുന്നത് $400 മില്യൺ തത്തുല്യമായ എണ്ണയാണ്. ഒരു വർഷം ഏതാണ്ട് 15 ലക്ഷം കോടി രൂപ നമ്മുടെ എക്സ്ചക്കറിൽ നിന്നും എണ്ണ ഇറക്കുമതിക്കാർ ഉപയോഗിക്കുന്നുണ്ട്. 15 ലക്ഷം കോടി രൂപ നമ്മുടെ രാജ്യത്തുള്ള ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ സിറ്റിസൻസിൻ്റെ വെൽഫെയർ, ഇതിനെല്ലാം വേണ്ടി ഉപയോഗിക്കപ്പെടാവുന്നതാണ് ഈ 15 ലക്ഷം കോടി രൂപ. നമുക്ക് തദ്ദേശീയമായ എണ്ണ ഖനികളില്ലാത്തത് കാരണം നമ്മൾ വലിയ തോതിലുള്ള എണ്ണ ഇറക്കുമതി ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മൾ ഇത്രയും കാശ് കൊടുക്കുകയാണ്. എന്നാൽ ജൂലൈ 2025 കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഒരു അനൗൺസ്മെൻറ്റ് നടത്തി. ഇന്ത്യ E20 പെട്രോളിലേക്ക് മാറുകയാണ്. ഇന്ത്യയിലുടനീളം വിൽക്കപ്പെടുന്ന പെട്രോളുകൾ ഇനി E20 പെട്രോൾ ആയിരിക്കും. വലിയ രീതിയിലൊരു പബ്ലിക് ഔട്ട്ക്രൈ ഉണ്ടായിരുന്നു. അതായത് എൻജിൻസ് കേടാവുന്നുണ്ട്, മൈലേജ് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരാതികളുണ്ടായിരുന്നു. എന്നാലും ഇന്ത്യ E20യിലേക്ക് മാറാനായി തീരുമാനിച്ചു. എന്താണ് ഈ E20? E20യിൽ മാറുന്നതുകൊണ്ട് എന്താണ് നേട്ടം? E20 പെട്രോളിലേക്ക് മാറുമ്പോൾ നമ്മുടെ എക്സ്ചക്കറിന്, നമ്മുടെ സർക്കാരിന് 63,000 കോടി രൂപയുടെ വാർഷിക ലാഭമാണ് ഉണ്ടാകുന്നത്. നമ്മൾ അറ്റ്മോസ്ഫിയറിന് ഉണ്ടാകുന്ന നേട്ടങ്ങളൊക്കെ വേറെ, അതിലോട്ട് പോകുന്നില്ല. കാശിൻ്റെ നേട്ടം മാത്രം ഏതാണ്ട് 63,000 കോടി രൂപയാണ്. 2013 വെറും 1.5% നമ്മുടെ പെട്രോൾ എത്തനോൾ മിക്സ്, അത് E20യും E15 ഒന്നുമില്ല, 1.5 ആയിരുന്നു നമ്മൾ. അവിടെ നിന്നും 12 വർഷം കഴിഞ്ഞപ്പോൾ 2025 നമ്മൾ E20 പെട്രോൾ മാർക്കറ്റിലെത്തിക്കുന്നു. അതും 2030 എന്ന് പറയുന്ന പ്ലാൻഡ് ഡേറ്റിനും 5 കൊല്ലം മുൻപ്. എന്താണ് എത്തനോൾ പെട്രോൾ? എന്താണ് ഇതിൻ്റെ പിന്നാമ്പുറ കഥകൾ? അതിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. വെൽക്കം ടു വൈറ്റ് ബോർഡ് സ്റ്റോറീസ്. എത്തനോളിൻ്റെ കഥ ഇന്നോ ഇന്നലെയോ അല്ല തുടങ്ങുന്നത്. കാറുകൾ അല്ലെങ്കിൽ വാഹനങ്ങൾ ഉണ്ടായ വർഷം തൊട്ട് തന്നെ എത്തനോളിൻ്റെ കഥയുണ്ട്. 1908 ഹെൻറി ഫോർഡ് മോഡൽ T എന്ന് പറയുന്ന കാർ ഇറക്കുന്നു. ഇറക്കുന്ന സമയത്ത് തന്നെ ആ കാർ നമ്മുടെ പെട്രോളിലും മണ്ണെണ്ണയിലും എത്തനോളിലും വർക്ക് ചെയ്യാൻ പ്രാപ്തമായ രീതിയിലാണ് അന്ന് ഹെൻറി ഫോർഡ് ആ കാർ ഡിസൈൻ ചെയ്ത് ഇറക്കിയത്. അന്ന് വളരെ ശക്തമായി തന്നെ എത്തനോൾ ഗ്യാസോലിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പെട്രോളിന് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂൽ ഓപ്ഷനായി കൺസിഡർ ചെയ്തു. എന്നാൽ ജോൺ റോക്കഫെല്ലർ എന്ന് പറയുന്ന റോക്കഫെല്ലർ ഫാമിലിയിലുള്ള ഒരു വ്യക്തി, വളരെ പവർഫുള്ളായ ഒരു ഫാമിലിയാണ് റോക്കഫെല്ലർ ഫാമിലി. അതിലെ അന്നത്തെ വളരെ ടോപ്പ് മോസ്റ്റ് വ്യക്തിയുള്ള ഒരാളായിരുന്നു ജോൺ റോക്കഫെല്ലർ. അദ്ദേഹത്തിൻ്റെ കമ്പനിയായിരുന്നു സ്റ്റാൻഡേർഡ് ഓയിൽ എന്ന് പറയുന്ന അമേരിക്കയിലൊട്ടാകെ ഫ്യൂവൽ വിതരണം ചെയ്തിരുന്ന കമ്പനി. പല രീതിയിലുള്ള മൊണോപ്പൊളിസ്റ്റിക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഈ സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനി മാർക്കറ്റിൽ പയറ്റിയിരുന്നു. പല കോമ്പറ്റീറ്റേഴ്സിനെയും ബാങ്ക്രപ്റ്റ് ആക്കുക, അല്ലെങ്കിൽ തങ്ങൾക്ക് മാത്രം സപ്ലൈ ചെയിൻ സൃഷ്ടിക്കുക, അങ്ങനെ പല രീതിയിലുള്ള മൊണോപ്പൊളിറ്റിക് പ്രാക്ടീസസ് ഈ കമ്പനി അന്ന് മാർക്കറ്റിൽ പയറ്റിയിരുന്നു. അപ്പോൾ എത്തനോളിൻ്റെ വരവ് അന്ന് തന്നെ ജോൺ റോക്കഫെല്ലറിന് മനസ്സിലായി. എത്തനോൾ വന്ന് മെയിൻ സ്ട്രീമിൽ ഫ്യൂവലായി മാറിക്കഴിഞ്ഞാൽ തൻ്റെ പെട്രോൾ കമ്പനികളും പെട്രോൾ പമ്പും എല്ലാം പൂട്ടി താൻ വീട്ടിൽ പോകേണ്ടി വരും എന്ന് ജോൺ റോക്കഫെല്ലറിന് മനസ്സിലായി. അദ്ദേഹം വലിയ രീതിയിൽ അമേരിക്കൻ ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തുന്നു, വലിയ രീതിയിലുള്ള ലോബിയിങ് നടത്തുന്നു. ഈ ലോബിയിങ്ങിൻ്റെ ഭാഗമായി എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1920 പ്രൊഹിബിഷൻ ആക്ട് നിലവിൽ വരുന്നു. ഈ പ്രൊഹിബിഷൻ ആക്ട് നിലവിൽ വന്നപ്പോൾ എത്തനോൾ നിർമ്മിക്കുക അല്ലെങ്കിൽ എത്തനോൾ വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇല്ലീഗലായ ഒരു ആക്ടിവിറ്റിയായി മാറുന്നു. ആൽക്കഹോളിനാണ് പ്രൊഹിബിഷൻ ആക്ട് വരുന്നത്. അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു ഈ എത്തനോളും. സർക്കാരിനെ കൺവിൻസ് ചെയ്തു. എത്തനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോൺ റോക്കഫെല്ലറും സ്റ്റാൻഡേർഡ് ഓയിൽ എന്ന് പറയുന്ന കമ്പനിയും സർക്കാരിനെ കൺവിൻസ് ചെയ്തു. എത്തനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രിങ്ക് ചെയ്യുന്ന ആൽക്കഹോളിന് സെയിമാണ്, ഇതും ബാൻ ചെയ്യണമെന്ന്. അങ്ങനെ എല്ലാം അങ്ങ് ബാൻ ചെയ്തു. എത്തനോൾ മുഖ്യധാര ഫ്യൂവൽ വാർത്തകളിൽ നിന്നും മൊത്തമായും തഴയപ്പെട്ടു. കാരണം ആരും തന്നെ നോക്കുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് ആർക്കും നിർമ്മിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്ത് റിസർച്ച് നടത്താനോ ഒന്നും പറ്റില്ല. അങ്ങനെ കാലം ഇങ്ങനെ പതുക്കെ കടന്നുപോയി. 1935 കഴിഞ്ഞപ്പോൾ 2ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അമേരിക്ക വളരെ ആക്റ്റീവായ യുദ്ധത്തിൽ ഇറങ്ങുന്നു. അങ്ങനെ ഇറങ്ങിയ സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയകത്ത് ഫ്യൂവലിന് വലിയ രീതിയിലുള്ള ഷോർട്ടേജ് വരുന്നു. അങ്ങനെ
ഒരു ഫ്യൂവൽ റേഷനിങ് അമേരിക്ക ജനങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തുന്നു. അതായത് ഇഷ്ടമുള്ള തരത്തിൽ പമ്പിൽ പോയി ഗ്യാസ് അടിക്കാൻ പറ്റില്ല. ഏതാണ്ട് 1 മുതൽ 2 ഗാലൻ ഗ്യാസ് വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഏതാണ്ടൊരു 6 മുതൽ 7 ലിറ്റർ പെട്രോൾ മാത്രമേ ഒരാഴ്ച പെട്രോൾ പമ്പിൽ പോയി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൽ കൂടുതൽ എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ വലിയൊരു തോതിലുള്ള ഒരു റേഷനിങ് സിസ്റ്റം കൊണ്ടുവരുന്നു. ഈ റേഷനിങ് സിസ്റ്റം വന്നപ്പോൾ ഇത് അമേരിക്കയിൽ മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളിലും ഈ ഫ്യൂവൽ ഷോർട്ടേജ് ഉണ്ടാകുന്ന ഒരു ഗ്ലോബൽ ഫിനോമിനനായിരുന്നു. 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും ഫ്യൂവൽ ഷോർട്ടേജ് ഉണ്ടാകുന്നത്. കാര്യം ഈ ഫ്യൂവലെല്ലാം യുദ്ധമുഖത്തിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തദ്ദേശീയരായ ആൾക്കാർക്ക്, സാധാരണ സിവിലിയൻസിന് ഫ്യൂവലിന് വലിയ രീതിയിലുള്ള ഒരു ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ജർമ്മനിയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഷോർട്ടേജ് ഉണ്ടായപ്പോൾ വീണ്ടും എത്തനോൾ എന്ന് പറയുന്ന ഓൾട്ടർനേറ്റ് ഫ്യൂവലിൻ്റെ കാര്യം എല്ലാവരും സംസാരിക്കുകയും അത് വളരെ ആക്റ്റീവായി പൊങ്ങി വരികയും ചെയ്തു. ജർമ്മനിയിൽ ഈവൻ എത്തനോൾ കൊണ്ട് പറക്കുന്ന എയ്റോപ്ലെയിൻ വരെ അവർ നിർമ്മിച്ചു, എയർക്രാഫ്റ്റ് വരെ അവർ നിർമ്മിച്ചു. അമേരിക്കയിലും നല്ല രീതിയിലുള്ള ഇത് നടന്നു. റിസർച്ചും മറ്റു കാര്യങ്ങളുമൊക്കെ നടന്നു. ഒരു അമേരിക്കയെക്കാളും വേഗതയിൽ ജർമ്മനി ഇതിൽ വലിയ രീതിയിലുള്ള പ്രോഗ്രസ് കൈവരിച്ചു. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ബ്രസീൽ ഒരു പ്രോഗ്രസ് കൈവരിച്ചു. ബ്രസീൽ ഏതാണ്ട് E60 E50 പെട്രോളിൽ വളരെ ക്ലിയറായിട്ട് എത്തനോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ അത് എഫക്റ്റീവ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ അവർ E50 E60 രീതിയിലുള്ള പെട്രോൾ മാർക്കറ്റ് ലഭ്യമാക്കാൻ തുടങ്ങി. ഈ ലോകത്ത് ഏറ്റവും വേഗതയിൽ ഈ എത്തനോൾ പെട്രോൾ സ്വീകരിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് ബ്രസീൽ. ഇപ്പോൾ ഈ 100 അത് കംപ്ലീറ്റ്ലി എത്തനോളിൽ നിർമ്മിച്ച ഓടുന്ന വാഹനങ്ങൾ ബ്രസീലിൽ ഉണ്ട്. അപ്പോൾ വളരെ ആക്റ്റീവായിട്ട് അവർ ഈ എത്തനോൾ പെട്രോളിനെ സപ്പോർട്ട് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞു. അമേരിക്ക വീണ്ടും നോർമൽ സിറ്റുവേഷനിലേക്ക് മാറി വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വളരെ ചീപ്പായിട്ടുള്ള ഓയിൽ അമേരിക്കയ്ക്കകത്തേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ എത്തനോളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എത്തനോളിനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു സാഹചര്യം പിന്നെ അമേരിക്കയിൽ ഉണ്ടായില്ല. എന്നാൽ ജർമ്മനി ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ ഇനിഷ്യേറ്റീവ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ 1970കളിലാണ് ഒരു ഓയിൽ ക്രൈസിസ് വരുന്നത്. ആ സമയത്ത് ലോകത്തൊട്ടാകെ ഒരു ഓയിൽ ക്രൈസിസ് ഉണ്ടായിരുന്നു. പല ഇഷ്യൂസ് ഇൻ GCC കൺട്രീസ്, അങ്ങനെയൊക്കെ പല ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് കാരണം ഒരു ഓയിൽ ക്രൈസിസ് ഉണ്ടായിരുന്നു. ആ ഓയിൽ ക്രൈസിസ് വന്നപ്പോൾ ഈ എത്തനോൾ ഫ്യൂവൽ വീണ്ടും ഒരു മുഖ്യധാരയിലേക്ക് വരാൻ തുടങ്ങി. ഒരുപാട് റിസർച്ചുകൾ വരാൻ തുടങ്ങി. എൻജിൻസ് ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ നിർമ്മിക്കാം, ഇതിൽ വർക്ക് ചെയ്യാനായിട്ട് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ള കാര്യങ്ങളെ പറ്റി കൂടുതൽ പഠിക്കാനും അത് ഒരു എക്സിക്യൂഷൻ ഫേസിലേക്ക് കൊണ്ടുവരാനായിട്ട് വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കുകയുണ്ടായി. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നെല്ലാമാണ് ഇന്ത്യ നമ്മുടെ പാഠം പഠിച്ചത്. കാര്യം 2000 ആയപ്പോഴാണ് നമ്മൾ ആക്ച്വലി എത്തനോൾ ഫ്യൂവൽ അല്ലെങ്കിൽ ബയോ ഫ്യൂവൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റി ചിന്തിച്ച് തുടങ്ങിയത് തന്നെ. അപ്പോൾ ഈ ചിന്തിച്ച് തുടങ്ങുന്ന സാഹചര്യത്തിൽ തന്നെ നമ്മുടെ മുന്നിൽ ബ്രസീലിലൊരു ഫാസ്റ്റർ അഡോപ്ഷൻ ഉണ്ട്. ബ്രസീൽ കംപ്ലീറ്റ്ലി ഷുഗർ കെയിൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു എത്തനോൾ സിസ്റ്റത്തിലേക്കാണ് പോയത്. കാരണം 1 ടൺ ഷുഗർ കെയിൻ നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 60 മുതൽ 80 ലിറ്റർ എത്തനോൾ നമുക്ക് 1 ടൺ ഷുഗർ കെയിനിൽ നിന്നും കിട്ടും. അപ്പോൾ ബ്രസീൽ വളരെ വേഗതയിൽ ഷുഗർ കെയിൻ ബേസ്ഡ് ആയിട്ടുള്ള എത്തനോൾ പ്രൊഡക്ഷനാണ് കൊണ്ടുവന്നത്. എന്നാൽ അമേരിക്കയിൽ കോൺ ബേസ്ഡ് ആയിട്ടുള്ള എത്തനോൾ പ്രൊഡക്ഷനായിരുന്നു. രണ്ടിനും വ്യത്യാസമുണ്ട്. ഓരോ രാജ്യത്തും ഏത് ക്രോപ്പാണോ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൽ നിന്നാണല്ലോ ഈ സബ്സിക്വൻ്റ് സാധനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അമേരിക്കയിൽ കൂടുതലുണ്ടായിരുന്നത് കോണായിരുന്നു. സോ അവർ കോണിനെ ബേസ് ചെയ്തിട്ടുള്ള എത്തനോൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ബ്രസീൽ ഷുഗർ കെയിനെ ബേസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒന്നിന് പോരായ്മകളും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടായിരുന്നു. ഈ 2 മെത്തേഡുകൾ. 2000 ആയപ്പോഴാണ് നമ്മൾ എത്തനോൾ മിക്സ് ചെയ്യാമോ, എങ്ങനെ മിക്സ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യ വളരെ ലേറ്റായിട്ടാണ് ഈ ഗെയിമിലേക്ക് വന്നത് തന്നെ. 2000 ആയപ്പോൾ നമ്മൾ ചിന്തിച്ചു തുടങ്ങി. നമ്മളെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഷുഗർ സൈക്കിൾ ക്രൈസിസ്. എന്താണ് ഷുഗർ സൈക്കിൾ ക്രൈസിസ്? ഈ ഷുഗർ സൈക്കിൾ ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ നേരിടുന്ന യുണീക്കായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. നമ്മുടെ രാജ്യത്ത് ഒരു വർഷം ഏതാണ്ട് 350 മില്യൺ ടൺ കരിമ്പ് അല്ലെങ്കിൽ ഷുഗർ കെയിൻ ഉൽപ്പാദിപ്പിക്കപ്പെടും. എന്നാൽ ഇതൊരു സൈക്കിൾ പോലെയാണ്. ഈ ചില വർഷങ്ങളിൽ ഈ 350 എന്നുള്ളത് ഏതാണ്ട് 500 മില്യൺ ടൺ വരെ ഉൽപ്പാദിപ്പിക്കപ്പെടും. സാധാരണയിൽ കഴിഞ്ഞും വളരെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോൾ ആ സമയങ്ങളിൽ സർക്കാർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു താങ്ങുവില കൊടുത്ത് ഈ കരിമ്പ് കർഷകരിൽ നിന്ന് വാങ്ങുകയും സ്റ്റോർ ചെയ്ത് വയ്ക്കുകയും ചെയ്യും. കാര്യം വേറെ നിവർത്തിയില്ല. അവർക്ക് ഈ കരിമ്പ് കൊണ്ട് വേറെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. മാർക്കറ്റിൽ അതിനുള്ള ഡിമാൻഡില്ല. ഡിമാൻഡിനേക്കാളും കൂടുതൽ പ്രൊഡക്ഷൻ വരും. ഇതൊരു സൈക്ലിക്കലായിട്ടുള്ള ഈവൻ്റാണ്.
അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഷുഗർ കെയിനെല്ലാം വാങ്ങി നമ്മളെ ഗോഡൗൺസിലൊക്കെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഓഫീസേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സയൻറ്റിസ്റ്റ് ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നത്, ശരിക്കും ഇത് നമ്മളിരിക്കുന്നത് ഒരു എനർജി റിസർവിൻ്റെ പുറത്താണ്. നമ്മൾ ഈ എത്തനോൾ പിന്നെ നമ്മൾ ഈ പെട്രോളൊക്കെ ഇത്രയും കാശ് കൊടുത്ത് മറ്റു രാജ്യങ്ങളിൽ നിന്നും പിന്നെ ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ഇരിക്കുന്നത് ഒരു എത്തനോൾ ഖനിയുടെ മേളിലാണ്. എങ്ങനെ ഈ എത്തനോൾ ഉപയോഗിക്കാം? ഈ കർഷകരിൽ നിന്നും സ്വീകരിക്കുന്ന കരിമ്പിൽ നിന്നും നമുക്ക് എങ്ങനെ എത്തനോൾ ഡ്രൈവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി സയൻറ്റിസ്റ്റും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് നമ്മൾ ഈ ഷുഗർ കെയിനിൽ നിന്നും ഈ എത്തനോൾ നിർമ്മിക്കുന്നത് നോക്കാം. എത്തനോൾ നിർമ്മിച്ചതിന് ശേഷമാണല്ലോ ഇത് പെട്രോളായിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് എത്തനോൾ നിർമ്മിക്കുന്നത് നോക്കാം. അതായത് നമ്മുടെ സാധാരണ കരിമ്പും പാടത്ത് കാണുന്ന നമ്മൾ കടിച്ചൊക്കെ തിന്നുന്ന കരിമ്പാണല്ലോ. ഈ കരിമ്പിൽ 85% പിന്നെ ജലമാണ്, ബാക്കി 15% സൂക്രോസാണ്. ഈ സൂക്രോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷുഗറിൻ്റെ തന്നെ ഒരു ഡിഫറെൻറ്റ് കോമ്പൗണ്ടാണ് ഈ സൂക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ആദ്യം ഈ കരിമ്പിനെ അരച്ച് ഇതിൻ്റെ ജ്യൂസ് വെളിയിലെടുക്കും. ഈ ജ്യൂസ് വെളിയിലെടുത്തതിന് ശേഷം ഈ ജ്യൂസിന് ഏതാണ്ട് 85 ഡിഗ്രി സെൽഷ്യസിൽ നമ്മളിതിനെ ചൂടാക്കിയിട്ട് ഇതിനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ തണുപ്പിക്കും. ചൂടാക്കിയതിന് ശേഷം അപ്പോൾ ഈ തണുപ്പിക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഈസ്റ്റും കൂടെ ആഡ് ചെയ്യും. നമ്മൾ സാധാരണ ഈസ്റ്റ് നമ്മുടെ അപ്പമൊക്കെ പൊങ്ങി വരാനായിട്ടും ബ്രെഡ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഈസ്റ്റ് ഉണ്ടല്ലോ, ഈ ഈസ്റ്റിനെ ഇതിലോട്ടങ്ങ് ആഡ് ചെയ്യും. ഈസ്റ്റ് എന്ത് ചെയ്യും? ഈസ്റ്റ് നേരെ പോയി ഈ ജ്യൂസിൻ്റെ അകത്തുള്ള സൂക്രോസിനെ കൺസ്യൂം ചെയ്തതിന് ശേഷം അതിനെ ആൽക്കഹോളായി മാറ്റും. ഇതൊരു കെമിക്കൽ റിയാക്ഷനാണ്. അത് വളരെ സിമ്പിളാണ്. കരിമ്പിൽ സൂക്രോസ് ഉണ്ട്, നമ്മൾ കരിമ്പിൻ ജ്യൂസിനെ എടുക്കുന്നു, അതിൻ്റെ അകത്തും സൂക്രോസ് ഉണ്ട്. ഈ കരിമ്പിൻ ജ്യൂസിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് ഈസ്റ്റിനെ ചൂടാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് ഈസ്റ്റിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഈ ഈസ്റ്റ് ഇതിലുള്ള സൂക്രോസിനെ ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡുമായി മാറ്റും. ഇതാണ് ശരിക്കും ഈ കരിമ്പിൽ നിന്നും നമ്മൾ എത്തനോൾ എടുക്കുന്ന പ്രോസസ്സ്. പിന്നീട് എത്തനോൾ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ പ്രോസസ്സ് എന്താണെന്ന് പറയാം. അപ്പോൾ ഈ എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡും ആയിരിക്കുന്ന ഈ മിക്സ്ചർ ഉണ്ടല്ലോ, ഇതിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് ശരിക്കും ഇതിൽ നിന്ന് എത്തനോൾ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഈ വളരെ 100% അല്ലെങ്കിൽ 99.99% പ്യൂറായിരിക്കണം നമ്മൾ എടുക്കുന്ന എത്തനോൾ. അല്ലെങ്കിൽ ഇതിനെ കൂടെ ആഡ് ചെയ്യുമ്പോൾ വീണ്ടും പുതിയ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവും. അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കൃത്യമായി 78.37 ഡിഗ്രി സെൽഷ്യസിൽ ഈ ഫെർമെൻ്റ് ചെയ്തിരിക്കുന്ന ഇതിനെ ചൂടാക്കും. ആ 78.37 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തനോളിൻ്റെ ബോയിലിംഗ് പോയിൻ്റാണ്. നമ്മൾ വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് പോലെ എത്തനോള് ആവിയായി മാറാനുള്ള ടെമ്പറേച്ചറാണ് 78.37 ഡിഗ്രി സെൽഷ്യസ്. ഇത് ആവിയാവുമ്പോൾ ഇത് നേരെ മുകളിൽ നമ്മളതിൻ്റെ പൈപ്പ്സൊക്കെ വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് പിടിക്കും. സിമ്പിൾ, നമ്മൾ ചായ ചൂടാക്കുമ്പോൾ പാത്രം വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ വെള്ളം നേരെ പോയി പാത്രത്തിൻ്റെ അടിയിൽ വെള്ളത്തുള്ളിയിട്ടിരിക്കുമല്ലോ, അതുപോലെ എത്തനോൾ നേരെ പോയി അതിൻ്റെ അകത്തോട്ടിരിക്കും. ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. കാര്യം ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് വാട്ടർ ഉണ്ടായിരിക്കും. അപ്പോൾ വാട്ടറിൻ്റെ എലമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് വേണം നമുക്ക് പ്യുവർ എത്തനോൾ കിട്ടാനായിട്ട്. അപ്പോൾ ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് കണ്ടിന്യൂസ്ലി കുറേ തവണ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം വളരെ പ്യുവറായിട്ടുള്ള എത്തനോൾ നമ്മൾ കരിമ്പിൻ ജ്യൂസിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയും ചെയ്യുന്നു. ഇത് കരിമ്പിൻ ജ്യൂസിന് മാത്രമല്ല, ഇത് അഗ്രികൾച്ചറായിട്ടുള്ള വേസ്റ്റ് പ്രോഡക്ട്സ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആപ്പിൾ, ഓറഞ്ച്, മധുരമുള്ള ഏത് ഫ്രൂട്ട്സിൽ നിന്നും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈവൻ പച്ചക്കറികളിൽ നിന്ന് പോലും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വലിയ തോതിലുള്ള ഫുഡ് വേസ്റ്റേജ് വരുമ്പോൾ അതിനെ വരെ ഇങ്ങനെ ആക്കി മാറ്റാനുള്ള റിസർച്ചുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഈ ഈസ്റ്റിനെ ഉപയോഗിച്ച് ഇതിനെ ഫെർമെൻറ്റ് ചെയ്തൊക്കെയുള്ള കുറേ എല്ലാവരും അതിനെപ്പറ്റിയുള്ള വലിയ റിസർച്ച് നടക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്യൂറായിട്ടുള്ള എത്തനോൾ നമുക്ക് നമ്മളെ കരിമ്പിൻ ജ്യൂസിൽ നിന്നും കിട്ടി. ഇനി അടുത്ത പരിപാടി എന്താണ്? ഈ എത്തനോളിനെ എടുത്തിട്ട് നമുക്ക് പെട്രോളുമായിട്ട് മിക്സ് ചെയ്യാം. ഈ കിട്ടിയ എത്തനോളിനെ ഫ്യൂവലായിട്ട് മിക്സ് ചെയ്യുന്നത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാര്യം ഈ എത്തനോളിൻ്റെ ഒക്ടേൻ റേറ്റിംഗ് അല്ലെങ്കിൽ എത്തനോളിൻ്റെ ഒരു കമ്പഷൻ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്രോളിൻ്റെ കമ്പഷൻ ബിഹേവിയറിൽ നിന്നും ഡിഫറെൻ്റാണ്. ഏതാണ്ട് 93 വരെയാണ് നമ്മുടെ പെട്രോളിൻ്റെ ഒരു ഒക്ടേൻ റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ എത്തനോളിൻ്റെ ഒക്ടേൻ റേറ്റിംഗ് ഏതാണ്ട് 109ആണ്. അതായത് കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ എത്തനോളിന് സാധിക്കും. പക്ഷേ എത്തനോൾ കൂടുതൽ ഓക്സിജൻ റിലീസ് ചെയ്യും ഈ കമ്പഷൻ ഉണ്ടാകുമ്പോൾ.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഫ്യൂവൽ എക്കണോമി പോലുള്ള കാര്യങ്ങൾ കുറച്ച് കുറവായിരിക്കും. അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്, അതിലേക്ക് പോകുന്നില്ല. പക്ഷേ വളരെ ഹൈ ലെവലിൽ പറയുവാണെങ്കിൽ 2 കമ്പഷൻ നേച്ചറുള്ള സാധനങ്ങളാണ് ഇത് രണ്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മിക്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് കോമ്പാറ്റബിൾ ആയിരിക്കില്ല പല എൻജിൻസുമായിട്ട്. അപ്പോൾ ഇതിൻ്റെ വേപ്പർ പ്രഷർ, ഇതിൻ്റെ സൾഫർ കണ്ടൻറ്റ്, ഇതെല്ലാം കൃത്യമായിട്ട് ഗൈഡ് ലൈൻസിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പിന്നെ ഇന്ത്യൻ ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ പ്രഷറിൽ കൃത്യമായി വേണം ബ്ലെൻഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ. ഇത് ഫ്യൂൽ കമ്പനീസ് കുറച്ച് ഡീനാച്ചുറൻസ്, പിന്നെ അതുപോലെ തന്നെ മെത്തനോൾ, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യും ഈ മിക്സ്ചറിൻ്റെ അകത്ത്. സോ ദാറ്റ് ഇത് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കാതെ നോർമൽ പെട്രോൾ ബിഹേവ് ചെയ്യുന്നത് പോലെ ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ അഡിറ്റീവ്സൊക്കെ ഇവർ ചേർക്കും. ഇത് നമ്മൾ ഈ ഷുഗർ കെയിനിൻ്റെ മാത്രം സംഭവമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇന്ത്യ മഹാരാജ്യം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂസിൽ ഒന്നാണ് ഈ ഹരിയാനയിലൊക്കെ ഉള്ള ഈ വൈക്കോലൊക്കെ കത്തിക്കുന്നത്. കാറ്റിൻ്റെ ഡിറക്ഷൻ നേരെ ഡൽഹിയുടെ സൈഡിലോട്ട് ആയതുകൊണ്ട് കാറ്റ് പുക മുഴുക്കെ ഡൽഹിയിലോട്ട് കൊണ്ടുപോവുകയും അവിടെ വലിയ രീതിയിലുള്ള എയർ പൊല്യൂഷൻ്റെ ഇഷ്യൂവും വരുന്നുണ്ട്. അത് വളരെ എഫക്റ്റീവ്ലി പരിഹരിക്കാനായിട്ട് സാധിക്കും ഈ പരിപാടിയിലൂടെ. ഈ സെയിം പ്രോസസ്സ് തന്നെ, പക്ഷേ ഇച്ചിരി ഡിഫറെൻറ്റ് കെമിക്കൽ റിയാക്ഷൻസൊക്കെയാണ്. ഈ വൈക്കോലിനെ നമ്മൾ ഈസ്റ്റ് വെച്ചിട്ട് ആക്ട് ചെയ്യുന്നു, അതിനകത്തുള്ള സെല്ലുലോസിനെ ഈസ്റ്റ് അറ്റാക്ക് ചെയ്യുന്നു, ആ സെല്ലുലോസിനെ ആൽക്കഹോളായി മാറ്റുന്നു, അതിൽ നിന്നും നമുക്ക് എത്തനോൾ ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഒരു കുറേ പ്രോബ്ലംസിനുള്ള, അതായത് നമ്മുടെ ഫാം ഹൗസിനുള്ള ഓവർ പ്രൊഡക്ഷൻ, ഇതുപോലുള്ള എയർ പൊല്യൂഷൻ്റെ ഇഷ്യൂസ്, ഇതെല്ലാം അഡ്രസ്സ് ചെയ്യാനായിട്ട് ഈ എത്തനോൾ പ്രൊഡക്ഷൻ നമുക്ക് സാധിക്കും. ഇനി ഈ എത്തനോൾ പ്രൊഡക്ഷൻ ഇത്രയും എത്തനോൾ പ്രൊഡക്ഷൻ നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വളരെ കോർഡിനേറ്റ് ആയിട്ടുള്ള എഫേർട്ട് വേണം. കേന്ദ്ര തലത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ തലത്തിൽ ഒരുപാട് എഫേർട്ട് ഇട്ടാൽ മാത്രമേ ഇത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അത് സർക്കാർ ആദ്യമേ മനസ്സിലാക്കി. 2013 ഇന്ത്യയുടെ പെട്രോളിലുള്ള എത്തനോൾ മിക്സ് 1.5% ആയിരുന്നു. എന്നുവെച്ചാൽ വെറും നാമമാത്രമായ മിക്സ് മാത്രമേ ഉള്ളൂ. സർക്കാർ 2018 നാഷണൽ ബയോഫ്യൂൽ ആക്ട് കൊണ്ടുവന്നു. അതിൻ്റെ അകത്ത് ഓരോ ബയോഫ്യൂൽസ് എങ്ങനെ നിർമ്മിക്കാം, അതിനുള്ള പിന്നെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ വിധത്തിൽ നമുക്ക് പ്രൊക്യൂർമെൻറ്റ് നടത്താം, സപ്ലൈ ചെയിൻ എങ്ങനെ സെറ്റ് ചെയ്യാം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുന്നു. 2022 കേന്ദ്ര സർക്കാർ അത് അമെൻഡ് ചെയ്യുന്നതിൽ 2030 വെച്ച E20 എന്ന് പറയുന്ന ടാർഗറ്റ് നമ്മൾ 2025 പുഷ് ബാക്ക് ചെയ്യുന്നു. അങ്ങനെ വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം കേന്ദ്ര സർക്കാർ ഫുൾ എഫേർട്ട് ഇട്ട് ബിൽഡ് ചെയ്തെടുക്കുന്നു. പിന്നെ ഇത് നിർമ്മിക്കുന്ന കർഷകർ, ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്ന കർഷകർ, അവിടെ നിന്ന് ഈ സാധനം നേരെ ഡിസ്റ്റിലറീസിലെത്തണം. അപ്പോൾ ഡിസ്റ്റിലറീസിൻ്റെ അകത്തുള്ള അവരുടെ ഒരു സപ്ലൈ ചെയിൻ മാനേജ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് ഇത് ഫ്യൂവൽ കമ്പനീസിലോട്ട് എത്തണം. അപ്പോൾ പല എൻറ്റിറ്റീസ് ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ്. ഈ എൻറ്റിറ്റീസിനെ എല്ലാം പ്രോപ്പർലി മാനേജ് ചെയ്യുക, ഇവരുടെ എല്ലാം ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുക, ഇതെല്ലാം കേന്ദ്ര സർക്കാർ ചെയ്തു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രശ്നം, ഈ ഓയിൽ കമ്പനീസിന് എത്തനോളിൻ്റെ പ്രൈസ് ഡിസൈഡ് ചെയ്യാനുള്ള ഒരു അഡ്വാൻറ്റേജ് കിട്ടുക എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ ഫാം ഹൗസിന്, നമ്മുടെ കർഷകരെ ബാധിക്കും. അപ്പോൾ കർഷകർക്ക് അവരുടെ ഒരു പിന്നെ തത്തുല്യമായ അല്ലെങ്കിൽ അവരുടെ എഫേർട്ടിന് കറക്റ്റായിട്ടുള്ള വില കൊടുത്ത് മാത്രമേ എത്തനോൾ വാങ്ങാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവരുടെ പിന്നെ കരിമ്പ് വാങ്ങാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള നിയമം കൂടെ ഇതിൻ്റെ അകത്ത് സർക്കാർ കൊണ്ടുവന്നു. ഇതിൻ്റെ അകത്തുള്ള ഈ കരിമ്പിൻ്റെ വില ഓരോ സീസണിലും മാറി മാറി വരുമല്ലോ. എന്നാലും വളരെ നോമിനലായിട്ടുള്ള, വളരെ ആവറേജ് ആയിട്ടുള്ളൊരു വാല്യൂ കർഷകന് കൊടുത്താൽ മാത്രമേ അവർക്കിത് വാങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലേ? എത്തനോൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ സർക്കാർ കൊണ്ടുവന്നു. ഈ സംവിധാനത്തിലൂടെ ഡിസ്റ്റിലറീസിന് ഡയറക്റ്റായിട്ട്, ഓയിൽ കമ്പനീസിന് ഡയറക്റ്റായിട്ട് ഡിസ്റ്റിലറീസിൻ്റെ അടുത്തുനിന്ന് എത്തനോൾ പ്രൊക്യൂർ ചെയ്യാം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നപ്പം ഈ മിഡിൽ മെന്നിൻ്റെ ഇടപെടലുകൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറ്റി നിർത്തി. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ വലിയ വിവാദം ഉണ്ടാക്കിയത്. അതായത് നിതിൻ ഗഡ്കരിയുടെ മക്കളുടെ കമ്പനീസാണ് എത്തനോൾ സപ്ലൈ ചെയ്യുന്നത്, അത് അവരിൽ നിന്നാണ് ഓയിൽ കമ്പനികൾ വാങ്ങുന്നതെന്നൊക്കെ. ശരിയായിരിക്കാം, പുള്ളിയുടെ മക്കളായിരിക്കാം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഓപ്ഷൻ എല്ലാവർക്കും ഓപ്പൺ ചെയ്യുവാണ്. എത്തനോൾ മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റിലറീസിനെ എല്ലാം തന്നെ ഈ ഓയിൽ കമ്പനീസിനെ സമീപിക്കാം, അവരുമായിട്ടൊരു പ്രോഫിറ്റ് ഡീല് സെറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അല്ലെങ്കിൽ അവരുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് കരുതി ഈ രാജ്യത്തിന് ഉണ്ടാകുന്ന ബെനിഫിറ്റ് നമ്മൾ കാണാതിരിക്കാൻ പാടില്ല. ഏത് ഡിസ്റ്റിലറിയിൽ നിന്ന് വേണമെങ്കിലും ഓയിൽ കമ്പനീസിന് എത്തനോൾ സമാഹരിക്കാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അതനുസരിച്ച് അവർക്ക് ആവശ്യത്തിനുള്ള പിന്നെ സാധനം എടുക്കാം. അവർക്ക് ബെറ്റർ പ്രൈസ് കൊടുക്കുന്ന ഏത് ഡിസ്റ്റിലറീസ് ആണോ അവർക്ക് കൊടുക്കാം. അപ്പോൾ ഒരു മാർക്കറ്റ് കോമ്പറ്റീഷൻ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നു. ഈ മിഡിൽമെൻ വരുമ്പോഴാണ് ശരിക്കും ഈ കാര്യങ്ങൾ ഏറ്റവും കൂടുതലും കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. മറ്റേ അവിടെ നിന്ന് വാങ്ങിച്ച് ഇവിടെ, പിന്നെ ഇവിടെ നിന്ന് വാങ്ങിച്ച് അപ്പുറത്ത്, അയാളിൽ നിന്നും അപ്പുറത്ത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഇടയ്ക്ക് കറപ്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഫാമേഴ്സിനോടുള്ള പിന്നെ ആവശ്യത്തിനുള്ള കാശ് കിട്ടാതിരിക്കാൻ വകുപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം മാറ്റി നിർത്തി ഒരു ട്രാൻസ്പാരൻ്റ് ആയ സിസ്റ്റം കേന്ദ്ര സർക്കാർ ഇതിൻ്റെ അകത്ത് ബിൽഡ് ചെയ്തു. നമ്മൾ വളരെ എഫക്റ്റീവ്ലിയാണ് ഇതിൻ്റെ ടാർഗറ്റ് ഡേറ്റ്സ് അച്ചീവ് ചെയ്തത്. ഈ 2018, 2022 ഇതിൻ്റെ അകത്തുള്ള ചെറിയ ടൈം ഫ്രെയിമിൻ്റെ അകത്ത് നമ്മൾ ഈ കോർഡിനേഷൻ എല്ലാം കേന്ദ്ര ലെവലിൽ ചെയ്യുന്നു. ഇത്രയും പെട്രോൾ നമ്മൾ E20 ആക്കി മാറ്റുന്നു. ഇനി ഈ എത്തനോൾ അഡോപ്ഷൻ കൊണ്ട് ഇപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞതെല്ലാം നമ്മുടെ കർഷകന് അല്ലെങ്കിൽ ഓയിൽ കമ്പനികളുമായിട്ട് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ എലമെൻറ്റ്സ് ആണ്. നമ്മുടെ പ്രകൃതിക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റും വളരെ അധികമാണ്. ഏതാണ്ട് 20 മുതൽ 30% വരെ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഈ എത്തനോൾ അഡോപ്ഷനിലൂടെ കുറയും. കാര്യം എന്ന് പറഞ്ഞാൽ ഈ എത്തനോൾ വരുമ്പോഴത്തേക്കും പെട്രോളിൻ്റെ അളവ് കുറയുകയാണല്ലോ ചെയ്യുന്നത്. അതിനനുസരിച്ച് പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയും. നമ്മുടെ പ്രകൃതിക്ക് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ എത്തനോൾ നിർമ്മിക്കുന്നത് നമുക്കിപ്പോൾ ഏതാണ്ട് 1350 കോടി ലിറ്ററാണ് നമുക്ക് ആവശ്യം ഒരു വർഷം. എന്നാൽ നമ്മൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വളരെയധികം ഓപ്റ്റിമൈസ്ഡായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉടനെ തന്നെ ഏതാണ്ട് 2000 കോടി ലിറ്ററിന് എത്തനോൾ നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എത്തനോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ബ്രസീൽ പോലുള്ള രാജ്യങ്ങൾ ഈ 70, 80, 100 നിൽക്കുകയാണ്. പല രാജ്യങ്ങളും ഓയിൽ മോണോപോളി ഇല്ലാത്ത പല രാജ്യങ്ങളും ഫ്ലെക്സ് ഫ്യൂലുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ BS1, BS2, BS3, BS4, ഇപ്പോൾ അടുത്ത് BS6 ആണെന്നൊന്ന് വരാൻ പോകുന്നത്. ഈ എൻജിൻ സ്പെസിഫിക്കേഷനിലെല്ലാം തന്നെ ഈ പിന്നെ എത്തനോൾ പോലുള്ള ഫ്യൂവൽസുമായിട്ട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണമെന്നുള്ള കണ്ടീഷൻസ് ഉണ്ട്. സോ ആ എൻജിൻസ് എല്ലാം തന്നെ ഈ ഫ്ലെക്സ് ഫ്യൂവൽ ഹാൻഡിൽ ചെയ്യാൻ കംപ്ലീറ്റ്ലി കേപ്പബിളാണ്. നമ്മൾ ഇത്രയൊക്കെ പറയുമ്പോഴും ഇതിന് ചലഞ്ചസ് ഇല്ലേ എന്നുള്ള ചോദ്യമുണ്ട്. ചലഞ്ചസ് തീർച്ചയായിട്ടും ഉണ്ട്. ഒന്നാമത്തെ ചലഞ്ച്, ഈ കരിമ്പ് അല്ലെങ്കിൽ ഷുഗർ കെയിൻ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത് ഏതാണ്ട് ഒരു വർഷത്തിൽ 4 മുതൽ 5 മാസം വരെയാണ്. ബാക്കി മാസങ്ങളിൽ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാറില്ല. എന്നാൽ ഫ്യൂവലിൻ്റെ ഡിമാൻഡ് ഓൾ ഓവർ ദ ഇയർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ ഷുഗർ കെയിൻ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന ഷുഗർ കെയിൻ സ്റ്റോർ ചെയ്യണം. കാര്യം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എത്തനോൾ ഒരേ രീതിയിൽ ഫുൾ ഇയർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ഈ സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതെങ്ങനെ മാനേജ് ചെയ്യും? അപ്പോൾ ഇതൊരു വലിയ ചലഞ്ചാണ് ഈ ഷുഗർ കെയിനിൻ്റെ സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ രണ്ടാമത് ഈ എത്തനോൾ മാനുഫാക്ചറിങ് ഉണ്ടല്ലോ, ഈ ഡിസ്റ്റിലേഷൻ പ്രോസസ്സ്, അതിന് വേണ്ടിയുള്ള ജലത്തിൻ്റെ ഉപയോഗം വളരെയധികം കൂടുതലാണ്. ഏതാണ്ട് 2000 മുതൽ 4000 ലിറ്റർ വെള്ളം വരെ ഈ പല ഡിസ്റ്റിലറീസിൻ്റെ ഉപയോഗത്തിനായിട്ട് ദിവസേന വേണം. അപ്പോൾ ഇത് ഒരു വലിയ ചലഞ്ചാണ്. ഈ വെള്ളത്തിൻ്റെ ക്ഷാമം വരുന്ന നാളുകൾ വളരെ കൂടുതലായിരിക്കും. സോ ഇതെങ്ങനെ സോൾവ് ചെയ്യുമെന്നുള്ളത്. പക്ഷേ എൻ്റെ അടുത്ത് ചോദിക്കണമെന്നുള്ളത് ഞാൻ അത് വളരെ ഓപ്റ്റിമിസ്റ്റിക്കായി കാണുന്ന ഒരാളാണ്. കാര്യം ഇത്തരം ചലഞ്ചസൊക്കെ നമ്മുടെ ഡിമാൻഡ് വളരെ സ്ട്രോങ് ആയി നിന്ന് കഴിഞ്ഞാൽ ഇത്തരം ചലഞ്ചസൊക്കെ നമ്മുടെ ഹ്യൂമൻ എൻജിനീയറിംഗ് കൊണ്ട് അല്ലെങ്കിൽ ഹ്യൂമൻ മൈൻഡ് കൊണ്ട് നമ്മൾ എപ്പോഴും സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും നമ്മൾ സോൾവ് ചെയ്യും. പിന്നെ വേറൊന്ന്, ഈ ഫുഡ് ആൻഡ് ക്രോപ്പ് ഒരു ഡിബേറ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ 1 ഏക്കറിൽ നമ്മൾ തക്കാളി കൃഷി ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ തക്കാളി കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു 10,000 രൂപ കിട്ടും എന്ന് വിചാരിക്കുക. എന്നാൽ അതേ 1 ഏക്കറിൽ നമ്മൾ ഓയിൽ കമ്പനികൾക്ക് വേണ്ടിയിട്ട് എത്തനോൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഷുഗർ കെയിൻ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 25,000 രൂപ കിട്ടുമെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു കർഷകൻ ഈ കരിമ്പിൻ കൃഷിയിലോട്ടേക്ക് മാറാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഈ പ്രശ്നം നമ്മൾ വിചാരിക്കുന്നതിലും വലുതാണ്. കാര്യം ഫുഡ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിലെല്ലാം ഈ എത്തനോളിലുള്ള ലാഭം പ്രതീക്ഷിച്ച് കർഷകർ കരിമ്പ് കൃഷി ചെയ്യാന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറും. അപ്പോൾ അത് സർക്കാർ അത് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിയമം കൊണ്ടോ അല്ലെങ്കിൽ കർഷകർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുത്ത്, ഇപ്പം സാധാരണ ആഹാര സാധനങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന കർഷകർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുത്തുമൊക്കെ ഈ പിന്നെ ഫുഡ് കൾട്ടിവേഷൻ ലാൻഡ്സ് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. പിന്നൊരു വലിയ ചലഞ്ച് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഈ എത്തനോൾ ബേൺ ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിലുള്ള അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചർ അല്ലെങ്കിൽ ഈ വാട്ടറിനെ വലിച്ചെടുക്കും. അത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവുമെന്ന് ചോദിച്ചാൽ അത് കൊറോഷൻ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ എൻജിൻസും മറ്റ് സാധനങ്ങളുമൊക്കെ ഈ കൊറോഷനെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള രീതിയിൽ മെറ്റീരിയൽ എൻജിനീയറിങ് അല്ലെങ്കിൽ മെറ്റൽ എൻജിനീയറിങ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്കത് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. കറൻ്റ്ലി അതൊരു വലിയ ഹ്യൂജ് പ്രോബ്ലം അല്ല, പക്ഷേ എന്നാലും ഈ പഴയ വണ്ടികളിലൊക്കെ വരുമ്പോഴത്തേക്കും അതൊരു പ്രോബ്ലമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ 20-ൽ നിന്നും നമ്മൾ ഈ 85-ലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അതൊരു ഹ്യൂജ് ചേഞ്ചാണ് ഇന്ത്യ പോലെ ഉള്ള ഒരു രാജ്യത്ത്. കാര്യം നമ്മുടെ ആവറേജ് കാർ ഓണർഷിപ്പ് തന്നെ ഏതാണ്ട് 10 വർഷത്തിന് മേലെയാണ്. അതായത് ഒരാളൊരു കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ മിനിമം 10 വർഷമൊക്കെ ഉപയോഗിക്കും. ബാക്കിയുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ 3 വർഷം 2 വർഷമൊക്കെയാണ്. അപ്പോൾ ഇത്രയും ലോങ് ഓണർഷിപ്പ് ഉള്ളപ്പോൾ നമ്മുടെ നിരത്തുകളിലുള്ള പഴയ വണ്ടികളുടെ എണ്ണങ്ങൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ കാറുകളെല്ലാം എങ്ങനെ ഈ 85-ലേക്ക് മാറും, ഇതെങ്ങനെ റെട്രോ ഫിറ്റ് ചെയ്യപ്പെടും എന്നുള്ളതൊരു വലിയ വിഷയം തന്നെയാണ്. അത് ഇതിൻ്റെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ചിന്തിച്ച് സോൾവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാര്യം ഈ 85 മാറിക്കഴിഞ്ഞാൽ പിന്നെ റെഗുലർ പെട്രോൾ നമുക്ക് ലഭ്യമാകുമോ? റെഗുലർ പെട്രോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും പഴയ വണ്ടികൾക്ക് സംഭവിക്കുക തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ എന്താ പറയുക, ഒരു റെട്രോ ഫിറ്റിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിക്സ് അവൈലബിൾ ആയിട്ട് വരും. നമ്മൾ ആ ഫിക്സ് ഉപയോഗിച്ച് പഴയ കാറുകൾ ഫിക്സ് ചെയ്യുകയും മുന്നോട്ട് പോവുകയും ചെയ്യും. പക്ഷേ നിലവിൽ അതൊരു വലിയ ചലഞ്ചായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇന്ത്യ ഈ എത്തനോൾ ഫ്യൂവലിലേക്ക് മാറുന്നത് ലോകം വളരെ ആകാംക്ഷയോടെ നോക്കുന്ന ഒരു കാര്യമാണ്. കാര്യം ഏതാണ്ട് 150 കോടി ആൾക്കാർ, നമ്മുടെ വളരെ കൾച്ചറലി ഡൈവേഴ്സ് ആയ ഒരു സൊസൈറ്റി, ഇത് വളരെ പെട്ടെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നയം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമല്ല. എന്നാലും ഈ കഴിഞ്ഞ ഒരു 10-15 വർഷക്കാലത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്നും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എത്തനോൾ പെട്രോളിലേക്ക് കംപ്ലീറ്റ്ലി മാറുന്നു എന്നുള്ളത് എല്ലാ സ്റ്റേറ്റ്സും ഒരുപോലെ അഡോപ്റ്റ് ചെയ്യണം, എല്ലാ ആൾക്കാരും ഒരുപോലെ ആക്സെപ്റ്റ് ചെയ്യണം. ഇതിൻ്റെ വരായികളായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെഹിക്കിളിൻ്റെ മറ്റുമൊക്കെയുള്ള വിഷയമുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലുള്ള ചലഞ്ചസ് ഉള്ളപ്പോഴും ലോകം നമ്മളെ വളരെ ആകാംക്ഷയോടെ നോക്കിക്കാണും. പ്രത്യേകിച്ച് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, പിന്നെ ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് അതുപോലുള്ള രാജ്യങ്ങൾ. കാര്യം അവർ നോക്കിക്കാണുന്നത് ഇന്ത്യ ഇത് സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമുക്കിത് ഫോളോ ചെയ്യാം എന്നാണ്. കാര്യം ഇത് ലോകത്തിൻ്റെ ഒരു ബയോഫ്യൂവൽ ട്രാൻസിഷൻ എന്താ പറയുക ഹെഡായിട്ട് ഇന്ത്യ ആക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ബ്രസീൽ അതിൻ്റെ വളരെ ലീഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. പക്ഷേ ഏഷ്യൻ കോണ്ടിനെൻറ്റിൽ ഇന്ത്യ വളരെ ടാക്റ്റിക്കലായി മൂവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ചൈന മോസ്റ്റ്ലി കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുകയാണ്. അവർ പിന്നെ ബയോഫ്യൂവലിനും കഴിഞ്ഞ് ഇനി കംപ്ലീറ്റ്ലി ഇലക്ട്രിക്കായിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ കേസിൽ ഇന്ത്യ ഒരു ബയോഫ്യൂവൽ സ്ട്രാറ്റജിയാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരുപാട് വ്യത്യാസം ഉണ്ടാക്കും. നമ്മൾ ഈ 85 ഒക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ എക്സ്ചക്കറിനുണ്ടാകുന്ന നേട്ടം എന്തുമാത്രമാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര കോടി രൂപയുടെ നേട്ടമായിരിക്കും നമുക്കുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ കാര്യം കേൾക്കുമ്പോൾ ഇത് നിതിൻ ഗഡ്കരിയുടെ മകന് വേണ്ടി ചെയ്തതാണ്, ആ പുള്ളിയാണ് ഇതിനെല്ലാം എത്തനോൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആ പുള്ളി ആയിരിക്കാം കൊടുക്കുന്നത് എത്തനോൾ, അല്ലെങ്കിൽ ആ പുള്ളിയാണ് കൊടുക്കുന്നത്. എനിക്കറിയത്തില്ല പുള്ളിയുടെ കമ്പനി ഉണ്ടോയെന്ന്. പക്ഷേ ഇതൊരു ഫ്രീ മാർക്കറ്റ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് എല്ലാവർക്കും കൊടുക്കാം. ഇത് പിന്നെ എല്ലാ കർഷകർക്കും അല്ലെങ്കിൽ ഡിസ്റ്റിലറീസും ഇതുമായി ബന്ധപ്പെട്ട് ഓയിൽ കമ്പനീസുമായി വർക്ക് ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇതിൻ്റെ പുറകിൽ ഉണ്ട്. അത് എല്ലാവർക്കും അവൈൽ ചെയ്യാവുന്നതാണ്. എനിക്കിപ്പം സ്വന്തമായി ഡിസ്റ്റിലറി ഒന്നുമില്ല, പക്ഷേ അങ്ങനെയുള്ള ബിസിനസ് ഐഡിയാസുമായി മുന്നോട്ട് വരുന്നവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. അങ്ങനെ എല്ലാ തരത്തിലും നമ്മുടെ രാജ്യത്തിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഈ എത്തനോൾ പെട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവാം, സ്കൂട്ടറും മറ്റുമൊക്കെ ഉപയോഗിക്കുമ്പോൾ. പക്ഷേ വളരെ പെട്ടെന്ന് ഇത് നമ്മൾ ട്രാൻസിഷൻ ആവും. നമ്മുടെ എപ്പോഴും അങ്ങനെയാണ്, നമ്മളൊരു ഒരു പുതിയ കാര്യത്തിലേക്ക് മാറുമ്പോഴത്തേക്കും നമ്മൾ വളരെ പെട്ടെന്ന് ട്രാൻസിഷൻ. പ്രത്യേകിച്ച് നമ്മളത് 2014 ഡീമോണിറ്റൈസേഷൻ വന്നപ്പോൾ കണ്ടതാണ്. ആദ്യമൊക്കെ നമ്മളൊന്ന് പതറിപ്പോയോ നമ്മൾ കാശില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ. വിത്തിൻ മന്തും അല്ല, ഒരു 1 അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ നമ്മൾ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് വന്നു, UPI വന്നു. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി നമീബിയയിൽ ഇന്ത്യയുടെ UPI പേയ്മെൻറ്റ്സ് റോൾ ഔട്ട് ചെയ്യുന്നു. വെസ്റ്റേൺ സിസ്റ്റത്തിനേക്കാളും 10 മടങ്ങ് ബെറ്ററായ ഒരു പേയ്മെൻറ്റ് നെറ്റ്വർക്ക് സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തു.
അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ആശാവഹമായ കാര്യങ്ങളാണ്. നമ്മൾ വളരെ പെട്ടെന്ന് ഒരു പ്രോബ്ലത്തിനെ തരണം ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാകുന്ന പിന്നെ ബ്ലോക്കേഡ്സിനെ നമ്മൾ മറികടക്കുന്ന രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇന്ത്യക്കാർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എത്തനോൾ പെട്രോളിനെ പറ്റി എല്ലാവർക്കും നല്ലൊരു ഇൻഫർമേഷൻ നൽകാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസിൽ പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.